ഹായ് ഓൾ, നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉള്ള കാര്യം നടക്കുമോ നടക്കില്ലയോ എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർ എന്താണോ മനസ്സിൽ ആലോചിച്ചത് അത് നടക്കും. എസ് ആണ്. അത് നാച്ചുറലി നടക്കും. നിങ്ങൾ എഫോർട്ട് ഇട്ടാലും ഇട്ടില്ലെങ്കിലും അത് നാച്ചുറലി നടക്കേണ്ട കാര്യമാണ്. അത് നടക്കും. ഇനി സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നോക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നോ എന്നാണ് കാർഡ് പറയുന്നത്. തേർഡ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഇവിടെ ഈ കാർഡ് എസ് എന്നാണ് മീനിങ്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. പക്ഷേ അതിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് പൈസ മാത്രമല്ല. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ ചിലപ്പോൾ അതിനെ പഠിക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ എനർജി അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്താണോ മാച്ച് ആവുന്നത് അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ ആ കാര്യം നടക്കൂ. ലാസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് കാർഡ് വന്നത് ഹൈ പ്രീസ്റ്റസ് ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് അത് സീക്രട്ടായിട്ട് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എസ് ആണോ നോ ആണോ, അത് നടക്കുമോ നടക്കില്ലയോ എന്ന് യൂണിവേഴ്സിനിപ്പം റിവീൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിന് സമയമായിട്ടില്ല. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് സീക്രട്ടായിട്ട് വെക്കാനാണ് യൂണിവേഴ്സ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.